റംസാനിൽ ആദ്യത്തെ 10 6ാമത്തെ നോമ്പിൽ ഞങ്ങൾ ആദ്യം ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കുകളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ മാസിക്കും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവരെയും ഉംറ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അവൻ നല്ല രീതിയിൽ ഉംറ ചെയ്തു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് നടക്കുന്നുള്ളത്. തവാഫിലും സൈയിലൊക്കെ അവന് നടന്നൊക്കെയാണ്, ഞങ്ങൾ എടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അത്രയും നല്ല രീതിയിൽ തന്നെ അവന് ഉംറ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുന്ന തിരക്കുകളൊക്കെ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഉംറ പൂർത്തിയാക്കാനും പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ റമദാനിലെ അവസാനത്തെ 10 25-ാം തീയതി മാഷാ അല്ലാഹ് 26-ാം തീയതി ഞങ്ങൾക്ക് ഉംറയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 25-ാം തീയതിക്കത്തെ തിരക്കാണ് കേട്ടോ ഇത്. നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, വലിയ നല്ല ജനത്തിരക്കുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് നടക്കാൻ പറ്റുന്ന തിരക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ കാരണം തന്നെ ജനം കുറച്ച് കുറവുണ്ട്, തിരക്ക് കുറച്ച് കുറവുണ്ടെന്ന് ആപ്പിലൊക്കെ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ 25-ാം തീയതി പോകാമെന്നുള്ളത് വിചാരിച്ചത്. ഞങ്ങൾ ഉംറ ചെയ്യുന്ന സമയത്ത് മാസിക്ക് ഞങ്ങൾ വസ്ത്രങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവനെ കൊണ്ട് ഉംറ ചെയ്യിക്കാൻ ചിലപ്പം കഴിയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാത്രമാണ് കേട്ടോ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നത്. 25-ാം തീയതി ഞങ്ങൾ പോയപ്പോൾ തന്നെ സൈയും തവാഫൊക്കെ ഒരുപാട് സമയമെടുത്താണ് ഞങ്ങൾ ചെയ്തത്. കാരണം ജനത്തിൻ്റെ തിരക്ക് കാരണം നമുക്ക് വിചാരിക്കുന്ന സമയമാകുമ്പോഴേക്കും പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 26-ാം തീയതി ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഉള്ള തിരക്കാണ് കേട്ടോ. തിരക്ക് കാരണം റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. റോഡ് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, റോഡിൽ നിന്ന് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. തവാഫിൻ്റെ സ്ഥലത്തുള്ള തിരക്കാണിത്. ഞാൻ താഴ്ഭാഗത്താണ് തവാഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നല്ല തിരക്ക് കാരണം ഒന്നും നീങ്ങുന്ന പോലും ഇല്ല, ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല നമുക്ക്. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് തവാഫ് പൂർത്തീകരിച്ചു. ചില ആളുകളൊക്കെ കഴിഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു തിരക്ക് കാരണം, പരിക്കുകൾ പറ്റുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാഹ് തവാഫ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സൈ ഞാൻ ചെയ്തത് മുകളിലാണ് കേട്ടോ. തവാഫ് താഴെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്തതുകൊണ്ട് സൈ ചെയ്തത് മുകളിലായിരുന്നു. മുകളിൽ 2ാം നിലയിലാണ് ഞാൻ സൈ ചെയ്തത്, കാരണം ആദ്യത്തെ നിലയിൽ തന്നെ നല്ല തിരക്ക്. അപ്പോൾ 2ാമത്തെ നിലയിലാണ് ഞാൻ സൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. സൈ അവിടെ നിന്ന് പെട്ടെന്ന് ചെയ്ത് പൂർത്തീകരിച്ച് പോരാൻ കഴിഞ്ഞു. ഞങ്ങൾ സൈയും തവാഫൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള ജനത്തിരക്കാണ് ഈ കാണുന്നത്. കാരണം കുറച്ച് ആൾക്കൂട്ടത്തെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഉള്ളിലുള്ള തിരക്ക് നിങ്ങൾ കണ്ടല്ലോ, ഉള്ളിൽ തന്നെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്, ഒരു വൺ ജനക്കൂട്ടത്തെ പോലീസുകൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. فاسقون اعلموا أن الله